ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സെഗ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ, 125cc സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫ്യൂവൽ എഫിഷ്യൻസി തരുന്ന വാഹനം ഏതാണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി 5 വാഹനങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ 5ാമത്തെ വാഹനമാണ് നമ്മുടെ ബാക്ക് സൈഡിൽ ബോർഡിൽ ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഒരു കമ്പാരിസൺ ആയതുകൊണ്ട് ഒരു 5 വണ്ടികളുടെയും ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിലെ ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാനൊരു കാര്യം ആദ്യം തന്നെ പറയാം, നമ്മൾ ഒരു വാഹനത്തിന്റെയും ഷോറൂം റേറ്റോ അതുപോലെ ഓൺ റോഡ് പ്രൈസോ ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും കാസർഗോഡുള്ള പൈസ ആയിരിക്കില്ല ട്രിവാൻഡ്രത്തുള്ള, അല്ലെങ്കിൽ അവിടെ ഉള്ള പൈസ ആയിരിക്കില്ല നമുക്കിവിടെ തൃശ്ശൂരുള്ള. അപ്പൊ അവിടത്തേക്കുള്ള ഇതിന്റെ എക്സാക്ട് പ്രൈസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഷോറൂമിൽ വിളിച്ച് നമ്മൾ അന്വേഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മളപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം നമ്മൾ ബജാജ് പൾസർ NS 125 തുടങ്ങുന്നത്. ഈ ഒരു ബജാജ് NS 125 നമുക്ക് പ്രധാനമായിട്ടും 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഒന്നാമത്തെ കളർ എന്ന് പറയുന്നത് ബേൺ റെഡ്, രണ്ടാമത്തെ ഫെറി ഓറഞ്ച് എന്ന് പറയും, പിന്നെ ബീച്ച് ബ്ലൂ, അതിനുശേഷം പിറ്റർ ഗ്രേ. അങ്ങനെ 4 കളേഴ്സുകളിലാണ് നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയാ, നമുക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ട് കളർ നമുക്ക് തോന്നില്ല ഏതാ നല്ലതെന്നുള്ളത്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കാം. ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയും, നമ്മളൊരു വാഹനം എടുക്കണേക്കാളും തൊട്ട് മുമ്പ് നിങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വാഹനം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പിന്നീട് ഉണ്ടാവും. അപ്പൊ അത് പിന്നീട് ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു വണ്ടി എടുക്കുമ്പോൾ ടെസ്റ്റ് റൈഡ് ചെയ്യാം. മസ്റ്റ് ആയിട്ട് ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് മാത്രം ഒരു വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ CC നോക്കണമെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും 124.45 CC ആണ് നമ്മുടെ ഈ വാഹനത്തിന്റെ എഞ്ചിന്റെ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. അതുപോലെ ട്രാൻസ്മിഷൻ നമുക്ക് അറിയാം 5 സ്പീഡ് ആണെന്ന് അറിയാം. അതുപോലെ നമുക്ക് ഇതിന്റെ വെയിറ്റ് വരുന്നത്, ഈ ഒരു വാഹനത്തിന്റെ വെയിറ്റ് അത്യാവശ്യം ബാക്കിയുള്ള വാഹനങ്ങളെ കമ്പയർ ചെയ്ത് ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 144 കിലോഗ്രാം ഉണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ ഫ്യൂൽ ടാങ്കിന്റെ ആ ഒരു കപ്പാസിറ്റി ആക്കണമെങ്കിൽ നമുക്ക് 12 ലിറ്റർ ആണ്. പിന്നെ ഇതിന് മൈലേജ്, അതാണ് നമ്മൾ ഏറ്റവും അടുത്ത് നമ്മൾ ഈ ഒരു നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മൈലേജ് തന്നെയാണ്. അപ്പൊ മൈലേജ് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് 46.9 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ഇടാൻ. അപ്പൊ ഇതിന്റെ മൈലേജിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ എങ്ങനെ ഓടിക്കുന്നു, ഏത് റോട്ടിക്കോട് ഓടിക്കുന്നു, അതുപോലെ എത്ര വെയിറ്റ് ഉള്ള ഒരാളാണ് ആ വാഹനം ഓടിക്കുന്നത്, അതിനൊക്കെ അനുസരിച്ചിട്ട് മൈലേജിൽ മാറ്റം വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന്റെ സീറ്റ് ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് ആ സീറ്റിലേക്കുള്ള ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 805 mm ആണ്. അപ്പം നമ്മുടെ ഈ ഒരു ഫുൾ ഒരു റെഫറൻസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായത് ഇതാണ് നമ്മുടെ ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസിയിൽ 5ാം സ്ഥാനക്കാരൻ ഇവനെയാണ് നമ്മൾ വെച്ചേക്കണേ. ഇനി നമുക്ക് 4ാം സ്ഥാനക്കാരൻ ആരാന്ന് നോക്കാം. ഹോണ്ടയുടെ ഷൈൻ 125 ആണ്. അപ്പൊ നമുക്ക് ഇത് ഏതൊക്കെ കളറിൽ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക്, രണ്ടാമത്തെ നമുക്ക് ജെന്നി ഗ്രേ മെറ്റാലിക്, മൂന്നാമത്തെ ഡീസന്റ് ബ്ലൂ മെറ്റാലിക്, നാലാമത്തെ നമുക്ക് റെബൽ റെഡ് മെറ്റാലിക്, 5ാമത്തെ കളർ എന്ന് പറയുന്നത് മാറ്റ് ആക്സിസ് ഗ്രേ മെറ്റാലിക്. അങ്ങനെ 5 കളേഴ്സിൽ നമുക്ക് നമ്മുടെ ഹോണ്ട ഷൈൻ 125 അവൈലബിൾ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന്റെ നമ്മുടെ എഞ്ചിന്റെ ട്രാൻസ്മിഷൻ നോക്കണമെങ്കിൽ 124 CC ഉണ്ട്. അതായത് നമുക്ക് 123.94 CC ആണ് നമുക്ക് ഇതിന്റെ എഞ്ചിന്റെ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. ട്രാൻസ്മിഷൻ 5 സ്പീഡ് തന്നെയാണ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ വേണ്ടേ. അതുപോലെ നമ്മുടെ വെയിറ്റ് നോക്കണമെങ്കിൽ ഇതിന് 113 കിലോഗ്രാം ആണ് ഈ ഒരു വാഹനത്തിന്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ ഫ്യൂൽ ടാങ്കിന്റെ കപ്പാസിറ്റി നിങ്ങൾ ശ്രദ്ധിക്കണം, 10.5 ലിറ്റർ ആണ് നമ്മുടെ ഈ ഒരു ഫ്യൂൽ ടാങ്കിന്റെ കപ്പാസിറ്റി ഉള്ളൂ കേട്ടോ. അതുപോലെ നമുക്ക് ഇതിന്റെ മൈലേജ് നോക്കണമെങ്കിൽ 55 കിലോമീറ്റർ പെർ ലിറ്റർ ഉണ്ട്. അതായത് നമ്മുടെ ബജാജ് NS 125നേക്കാളും നമുക്ക് ചെറിയൊരു വ്യത്യാസം ഇവിടെ വരുന്നുണ്ട്. അതായത് അവിടെ നമുക്ക് 47 കിലോമീറ്റർ പെർ ലിറ്ററിലാണെങ്കിൽ ഇവിടെ നമുക്ക് ഇടുന്നത് 55 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. പിന്നെ ഇതിന്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 791 mm ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഷൈൻ 125 വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ 3ാം സ്ഥാനം നിൽക്കുന്നത് ആരാന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ 3ാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ TVS റൈഡർ 125 ആണ്. നമുക്ക് ഈ ഒരു വാഹനം 7 കളേഴ്സിൽ അവൈലബിൾ ആണ്. അതിൽ ഒന്നാമത്തെ കളർ എന്ന് പറയുന്നത് ഫെറി യെല്ലോ, രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഫോഴ്സ ബ്ലൂ, മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് വിക്ഡ് ബ്ലാക്ക്, നാലാമത്തെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് പാന്തർ, 5ാമത്തെ അയൺമാൻ, 6ാമത്തെ എന്ന് പറയുന്നത് ബ്ലേസിംഗ് ബ്ലൂ, 7ാമത്തെ കളർ ഏറ്റവും ലാസ്റ്റത്തെ കളർ എന്ന് പറയുന്നത് സ്ട്രൈക്കിംഗ് റെഡ്. അപ്പൊ അങ്ങനെ നമുക്ക് 7 കളേഴ്സിൽ നമ്മുടെ TVS റൈഡർ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനം ഏതാണ്, ഏത് കളറാണെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കിയെടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ കളേഴ്സ് നോക്കി കഴിഞ്ഞാൽ, അതുപോലെ നമ്മുടെ എഞ്ചിൻ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 124.8 CC ഉണ്ട് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ കപ്പാസിറ്റി. നമ്മുടെ ഈ ഒരു 5 വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ CC, അതായത് 123.9, 124, 124.7 അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ 124.8 CC തരുന്നത് നമ്മുടെ TVS റൈഡർ 125 ആട്ടോ. ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 5 സ്പീഡ് ഇങ്ങനെ വരുന്നത്. ഇതിന്റെ വെയിറ്റ് കർവ് വെയിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 123 കിലോഗ്രാം വരുന്നുണ്ട്. ഫ്യൂൽ ടാങ്കിന്റെ കപ്പാസിറ്റി 10 ലിറ്റർ. അപ്പൊ നമ്മുടെ 10 ലിറ്റർ ഉള്ളൂ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. എന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട. ഇവിടെ മൈലേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 56.7, അതായത് 56.7 കിലോമീറ്റർ ഒട്ടും മോശമല്ല. കാരണം ബാക്കിയുള്ള വാഹനങ്ങൾ ഇപ്പൊ നമ്മുടെ തൊട്ട് താഴെയുള്ള 2 വാഹനങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് 56.7 ഉണ്ട്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കണം, നമ്മൾ എങ്ങനെ ഓടിക്കുന്നു, അതുപോലെ നമ്മുടെ വെയിറ്റ് എത്രയാണ്, അതിനൊക്കെ ബേസ് ചെയ്ത് നമ്മുടെ ഈ ഒരു മൈലേജിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 780 mm ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാറ്റഗറിയിൽ കുറച്ചും കൂടി സീറ്റ് ഹൈറ്റ് കുറച്ച് കുറഞ്ഞ ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഈ ഒരു TVSന്റെ റൈഡർ 125. ഇനി
നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ടോപ്പ് പൊസിഷനിലേക്കല്ല, അതിന് തൊട്ട് താഴെ ഒരാളുടെ സെക്കൻഡ് പൊസിഷൻ. ആ സെക്കൻഡ് പൊസിഷൻ ആരാണ് എന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പൊ അങ്ങനെ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ ഹോണ്ടയുടെ SP125 ആണ്. വളരെ സുപരിചിതമായിട്ടുള്ള എല്ലാവരുടെ കയ്യിലും, മിക്ക ആൾക്കാരുടെ കയ്യിലൊക്കെ ഈ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ അങ്ങനെയൊക്കെ ഓടാൻ പോകുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ മിക്ക നമ്മൾ കാണുന്നത് SP125 ആണ്. കാരണം നമുക്ക് നല്ല രീതിയിൽ മൈലേജ് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തരുന്ന ഒരു വാഹനമാണ് നമ്മുടെ SP125. ഈ SP125 നമുക്ക് പലതരത്തിലുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ്. അതിൽ ഒന്നാമത്തെ കളർ എന്ന് പറയുന്നത് ഇമ്പീരിയൽ റെഡ് മെറ്റാലിക് എന്ന് പറയും. രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക്. മൂന്നാമത്തെ കളർ എന്ന് പറയുന്നത് മാറ്റ് ആറ്റിസ് ഗ്രേ മെറ്റാലിക് എന്ന് പറയും. ഇനി നാലാമത്തെ കളർ എന്ന് പറയുന്നത് പേൾ സൈറൺ ബ്ലൂ എന്ന് പറയും. ഈ ഒരു വാഹനത്തിന്റെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് മാറ്റ് മാർവൽ ബ്ലൂ മെറ്റാലിക് എന്ന് പറയും. അങ്ങനെ ഇത്രയും കളേഴ്സിലാണ് നമ്മുടെ ഈ ഒരു SP125 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമുക്ക് 124 cc ആണ് ഇതിന്റെ എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്മിഷൻ സ്പീഡ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗിയേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 5 സ്പീഡ് കോൺസ്റ്റന്റ് മെഷറോട് കൂടിയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് നമുക്ക് ഇവിടെ വരുന്നത്. അതുപോലെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 116 കിലോഗ്രാം ആണ് ഈ ഒരു വാഹനത്തിന്റെ വെയിറ്റ് വരുന്നത്. ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 11.2 ലിറ്റർ ഉള്ളൂ കേട്ടോ. അതുപോലെ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് ഒരു 10 ലിറ്ററിന്റെ നേരത്തെ നമ്മൾ നോക്കിയത് 10 ലിറ്ററിന്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഉള്ള TVS റൈഡർ ഉണ്ട്. അതിന് തൊട്ട് മുമ്പ് നമുക്ക് നോക്കിയപ്പോൾ 10.5 ലിറ്ററിന്റെ നമ്മുടെ ആ ഒരു വാഹനം ഉണ്ട്. അപ്പം അത് കൂടാതെ നമുക്ക് ഇവിടെ 11.2 ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. അതുകൂടാതെ മൈലേജ് നോക്കുകയാണെങ്കിൽ മൈലേജ് ഹൈലൈറ്റഡ് ആണ്. 65 km/ലിറ്റർ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് തരുന്നുണ്ട്. ഇതിന്റെ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 790 mm ആണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു SP125 നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് കുറെ നേരമായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്. നമ്മൾ ആരാണ് ഇതിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്, അതായത് ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്പർ 1 ആയി നിൽക്കുന്നത് ആരാന്ന് നോക്കിയിട്ടാണ് നമ്മൾ എല്ലാവരും നിൽക്കണേ അല്ലെ. അപ്പൊ അത് നമ്മുടെ വേറെ ആരുമില്ല, നമ്മുടെ ഹീറോയുടെ ന്യൂ സൂപ്പർ സ്പ്ലെൻഡർ എക്സ്റ്റെക് 125 എന്ന് പറയുന്നത് ഈ ഒരു മിടുക്കനാണ് നമ്മുടെ ഒന്നാം സ്ഥാനക്കാരൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ മൈലേജ് തന്നെ നിങ്ങൾ നോക്കുക, നിങ്ങൾ 68 km/ലിറ്റർ. അതായത് നമ്മുടെ SP125 നമുക്ക് എന്താണ് ഒരു 3 കിലോമീറ്റർ കൂടുതൽ. ഇനി ഞാൻ വീണ്ടും പറയാണ്, നമ്മളിപ്പം എങ്ങനെയൊക്കെ വണ്ടി ഓടിക്കണതിനെ ബേസ് ചെയ്ത് ഇത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അത് ഞാൻ എപ്പോഴും ടിപ്പായിട്ട് പറയുന്നത്, നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കണം അതിനെ ബേസ് ചെയ്തിരിക്കും, ഏത് നേരത്തിലൂടെ ഓടിക്കുന്നു. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ പറയും ഞങ്ങൾക്ക് 70 കിട്ടുന്നുണ്ട്, ചിലവർക്ക് 80 കിട്ടുന്നതൊക്കെ പറഞ്ഞു വരും. പക്ഷെ ഞാൻ ഇതെല്ലാം അപ്രോക്സിമേഷൻ ആണ് പറയണേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പലരും ഓടിക്കുന്നതിനനുസരിച്ചും വെയിറ്റിനനുസരിച്ച് ഇതൊക്കെ മാറി വരും കേട്ടോ. അപ്പൊ ഇതിന്റെ എഞ്ചിൻ തന്നെ നോക്കുന്ന സമയത്ത് നമ്മൾ 104.7 cc എഞ്ചിൻ ഡിസ്പ്ലേസ്മെന്റ് വരുന്ന ട്രാൻസ്മിഷൻ 5 സ്പീഡ് തന്നെ. അതുപോലെ വെയിറ്റ് 123 കിലോഗ്രാം. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 12 ലിറ്റർ ഉണ്ട്. അതായത് നമുക്ക് 12 ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഉണ്ടാനും അതുകൂടാതെ നമുക്ക് മൈലേജ് എന്ന് പറയുന്നത് 68 km/ലിറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 790 mm ആണ്. അതായത് അങ്ങനെ നമ്മൾ ഈ ഒരു 5 വാഹനങ്ങളെ വളരെ നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഞാൻ 5 വാഹനങ്ങൾ ചൂസ് ചെയ്തത്. അങ്ങനെ ചൂസ് ചെയ്തതിൽ ഏറ്റവും നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഈ ഒരു വാഹനം, ഹീറോയുടെ അതായത് ന്യൂ സൂപ്പർ സ്പ്ലെൻഡർ എക്സ്റ്റെക് എന്ന് പറയുന്ന ഒരു വാഹനമാണ് നമ്പർ 1 ആയിട്ട് എത്തിക്കുന്നത്. ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ മൈലേജിൽ ചെറിയ വ്യത്യാസങ്ങൾ 2 കിലോമീറ്ററിന് 3 കിലോമീറ്ററിന് 4 കിലോമീറ്ററിലേക്ക് വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ടോപ്പിലേക്ക് നമ്മൾ മൈലേജ് എഫിഷ്യൻസി നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വാഹനം തന്നെയാണ് ചൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം നിങ്ങളൊരു വാഹനം ബെസ്റ്റ് എഫിഷ്യൻസി അല്ലെങ്കിൽ നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി ഉള്ള ഒരു വാഹനം നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ചൂസ് ചെയ്യാം. അതായത് ഈ ഒരു 5 വാഹനങ്ങളിലും നമുക്ക് ചൂസ് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു ഇഷ്ടപ്പെട്ട കളർ, ഇഷ്ടപ്പെട്ട ആ ഒരു ഡിസൈൻ, അതൊക്കെ അനുസരിച്ച് നമുക്ക് ഒരു വണ്ടി എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു 5 വാഹനങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇത് തന്നെ നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വാഹനം നല്ല മൈലേജ്, നല്ല പെർഫോമൻസ്, നല്ല റൈഡിംഗ് കംഫർട്ട് ഒക്കെ ആയിട്ടുള്ള വേറൊരു വാഹനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു 5 വണ്ടികൾ, അതായത് ബെസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി വരുന്ന 5 വണ്ടികളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ഡാർവിൻ സൈനിങ് ഓഫ്.